കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പാട്ടോ? എന്നാ പിന്നെ കഥാപ്രസംഗം ആയാലോ? ഇന്നത്തെ എന്റെ കഥയിലെ നായിക തിരുവനന്തപുരം ഞെക്കാട് സ്വദേശിനി രേണുക ചേച്ചി. കഥാപ്രസംഗം എന്ന കലയെ മാറോടണച്ച് 40 വർഷങ്ങൾക്കിപ്പുറം അരങ്ങിൽ തിരിച്ചെത്തിയ കല്ലമ്പലം രേണുക സിസ്റ്റേഴ്സിലെ രേണുക ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം കഥ പറയുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചി എങ്ങനെയാണ് കഥാപ്രസംഗം രംഗത്തേക്ക് വന്നത്? അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞാന് എന്റെ കുട്ടിക്കാലത്ത് ചെറുതില് 5 വയസ്സുള്ളപ്പോഴേ പാട്ടുകളൊക്കെ പാടി പഠിപ്പിച്ചവരുമായിരുന്നു അച്ഛൻ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതിയെ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതിയെ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. അച്ഛൻ ഒരു കഥയനായിരുന്നു. അച്ഛന്റെ നാടിനെ കുറിച്ചായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾക്ക് കഥ എഴുതിയതും പഠിപ്പിച്ചതും. നമുക്ക് നാടിനെ കുറിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ പരവൂർ പൊഴിക്കര ദേവി ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ചും ആ കടലിനെ കുറിച്ചും ആ കായലിനെ കുറിച്ചും മണിയംകുളം പാലത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു അച്ഛൻ കഥ എഴുതിയതും പഠിപ്പിച്ചതും ഒക്കെ. ആ കഥയ്ക്ക് അച്ഛൻ ഒരു പേരിട്ടു, പൊഴിമുഖം എന്നായിരുന്നു. ആ അച്ഛന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഭാരത പുഴതൻ വിരിമാറിലേക്കെങ്ങിനെ സുന്ദരിയാം കവനി ശാന്തമായൊഴുകുന്നു. ഭാരത പുഴതൻ വിരിമാറിലേക്കെങ്ങിനെ സുന്ദരിയാം കവനി ശാന്തമായൊഴുകുന്നു. കളിത്തോഴിയാണവൾ നാട്ടുകാർക്കിപ്പോഴും, കളിത്തോഴിയാണവൾ നാട്ടുകാർക്കിപ്പോഴും, ആനന്ദം പകരുന്ന സുന്ദരിയാണവൾ. ഭാരത പുഴതൻ വിരിമാറിലേക്കെങ്ങിനെ സുന്ദരിയാം കവനി ശാന്തമായൊഴുകുന്നു. ഇതാണ് രേണുക ചേച്ചിയുടെ കുടുംബം. ചേച്ചിയുടെ മോളും കൊച്ചുമക്കളുമാണ്. 13ാം ശതകത്തിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ മനുഷ്യനെ അടിമയാക്കി ഭാരതം അടക്കി ഭരിക്കുന്ന കാലത്ത് അങ്ങ് ദില്ലി രാജകൊട്ടാരത്തിലാണ് ഈ കഥ നടന്നത്. ദില്ലി രാജകൊട്ടാരത്തിൻ്റെ തൊട്ടരികിലായിട്ട് നീലാകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന കുത്തപ്പിനാർ. ആ കുത്തപ്പിനാറിന്റെ ചുവട്ടിൽ ചിന്നിച്ചിതറി മരിച്ചു വീണ് കിടക്കുന്ന കുറെ മനുഷ്യാത്മാക്കളുടെ കഥ. അപ്പോൾ ഞാൻ ആദ്യമായി അവതരിപ്പിച്ച കഥയിലെ പാട്ട് നേരത്തെ ഭാരതപ്പുഴ എന്നുള്ള പാട്ട് പാടി. രണ്ടാമത്തെ കഥയിലെ അനശ്വരഗീതത്തിലെ പാട്ട് ഞാൻ ഒരു 4 വരി പാടിത്തരാം. ഒരു പ്രേമ സമ്മാനം തരുമോ കിളിയേ, ഒരു മുത്തം നീ തരുമോ, ഒരു പ്രേമ സമ്മാനം തരുമോ കിളിയേ, ഒരു മുത്തം നീ തരുമോ. സംശയിക്കേണ്ട നീ തെല്ലുമെന്നെ, വഞ്ചിക്കയില്ല ഞാനോ മലാളേ. സംശയിക്കേണ്ട നീ തെല്ലുമെന്നെ, വഞ്ചിക്കയില്ല ഞാനോ മലാളേ. എനിക്കിപ്പോൾ വയസ്സ് 63 കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത്യാവശ്യം എൻ്റെ കൂട്ടുകാരികളോടൊപ്പം സമയം പോകാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോകും. അവരോട് ഞാൻ 24 മണിക്കൂറും പാട്ടൊക്കെ പാടും. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ
എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ, നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോമലാളെ, കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഞാന് 18 വയസ്സുള്ളപ്പോൾ ഒരു കഥാപ്രസംഗ രംഗത്തിറങ്ങിയതാണ്. 5 വർഷം കഥ അവതരിപ്പിച്ചു. ഒരുപാട് വേദികൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ആ കഥ ഒടുക്കം ഒരു കഥ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കല്യാണമൊക്കെ ആയത്. അപ്പോൾ അവസാനം ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഭർത്താവിന് ഇഷ്ടമല്ല. ഭർത്താവ് പറഞ്ഞു, ഇതോടെ ഈ കഥാപ്രസംഗ പരിപാടി ഇവിടെ വെച്ച് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു, എന്നാൽ ഈ കഥയുമായിട്ട് മുമ്പോട്ട് പോകാൻ എൻ്റെ ഭർത്താവിന് അത്ര താല്പര്യമില്ല. അപ്പം ഇതോടെ കഥാപ്രസംഗം ഞാൻ അങ്ങ് മടക്കി വെച്ചു. ആ കഥയിലെ ഞാൻ അന്ന് വേദികളിൽ അവതരിപ്പിച്ച, എൻ്റെ കുട്ടിക്കാലത്ത് അവതരിപ്പിച്ച ആ കഥയിലെ 1-2 പാട്ടുകൾ ഞാനിപ്പോൾ പാടി കേൾപ്പിക്കാം. പ്രേമമാണെന്നു പറഞ്ഞില്ല, പ്രേമലേഖനം തന്നില്ല, ബീച്ചിലേക്കും പാർക്കിലേക്കും ഏകാന്തരാവിലും വിളിച്ചില്ല, പ്രേമമാണെന്നു പറഞ്ഞില്ല. ഞാൻ കുട്ടിക്കാലത്ത് നിർത്തിവെച്ചിരുന്ന കഥാപ്രസംഗ രംഗത്ത് നിന്നും ഇപ്പോൾ ഞാൻ മുന്നോട്ട് വരികയാണ്. ഭർത്താവ് മരണപ്പെട്ടിട്ട് 22 വർഷമായി. ആ 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വീണ്ടും ഒരു കഥാപ്രസംഗം കഥ പഠിച്ചു. ആ കഥ നമ്മുടെ അയില ഉണ്ണികൃഷ്ണൻ സാർ അവതരിപ്പിച്ച കഥയാണ്. സാറിന്റെ അനുവാദം വാങ്ങിച്ച് ഞങ്ങൾ പഠിച്ചു. ഒരുപാട് വേദികളിലൊക്കെ ഞങ്ങൾക്ക് കഥ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ കഥയുമായിട്ട് ഞാൻ ഇനി മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒരു പുതിയ കഥ പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും എന്നെ കൂടുതലും ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ പിന്നണിയിലുള്ളവരാണ്. അവർ തരുന്ന ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ കഥാപ്രസംഗ രംഗത്ത് ഞാനിപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കഥാപ്രസംഗം എന്ന കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് രേണുക ചേച്ചിയെ ഭർത്താവിന്റെ അകാലത്തിലുള്ള വിയോഗത്തിന് ശേഷം 60-കൾ പിന്നിട്ട ഈ അവസരത്തിൽ വീണ്ടും കഥാപ്രസംഗ വേദിയിൽ കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ പ്രായത്തെ വെല്ലുന്ന ഊർജ്ജസ്വലതയാണ് ചേച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 4 പതിറ്റാണ്ടിന് ശേഷവും കഥാപ്രസംഗ വേദിയിൽ വീണ്ടും ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും തിരികെ എത്തിയ രേണുക ചേച്ചി അനേകം ഹൃദയങ്ങളിലേക്ക് കഥകളിലൂടെ യാത്ര തുടരുകയാണ്. വചനങ്ങളുടെ മാധുര്യവും പ്രകടനത്തിന്റെ ശക്തിയും ചേർന്ന ഒരു വേറിട്ട സ്ത്രീ ശബ്ദമായി വേദികളിൽ മുഴങ്ങുകയാണ്. ഇനിയും പറയാനുള്ളതെല്ലാം അതിമനോഹരമാകട്ടെ, കലയുടെ ജ്വാല കത്തി നിൽക്കട്ടെ. ഒരു കഥ പറയുമ്പോൾ ഓരോ അക്ഷരവും പ്രേക്ഷകന്റെ മനസ്സിൽ പതിപ്പിക്കാമെങ്കിൽ അത് കഴിവിന്റെ ഉച്ചകോടിയാണ്. രേണുക ചേച്ചിയെ ഈ കഴിവ് നിങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നു. അഭിമാനത്തോടെ നിങ്ങളുടെ ഓരോ പ്രകടനത്തിനും കയ്യടി. ഓരോ വാക്കും ഓരോ ചലനവും ആത്മാവിനെ സ്പർശിച്ചപ്പോൾ ഞങ്ങൾ കേട്ടത് ഒരു കഥയല്ല, ഒരു അനുഭവമായിരുന്നു. നിങ്ങളുടെ ശബ്ദത്തിൽ ഈ ലോകം അറിയാൻ കാത്തിരിക്കുന്നു. അനുമോദനങ്ങളും ആദരവുകളും. കലയെ ജീവിതമാക്കിയ ആ മഹത്തായ ശബ്ദത്തിന് കടപ്പാട്. 1000 പൂച്ചെണ്ടുകൾ. കുയിലിന്റെ മണിനാദം കേട്ടു.